ഹായ് ട്രേഡേഴ്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ബ്രീഫ് ചെയ്ത് എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിതൊരു മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒറ്റ ക്ലാസ്സിൽ നമുക്ക് തീർപ്പിക്കാൻ പറ്റില്ല, കാരണം ചിലർക്കൊക്കെ കണ്ടിന്യൂസ്ലി ഇത് കേട്ട് ചെയ്യുന്നത് ചടക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന് 3 എപ്പിസോഡ്സ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ കുറച്ചും കൂടി ബ്രീഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പർട്ടിക്കുലർ ഏരിയയിൽ എങ്ങനെ ട്രേഡ് എടുക്കുക എന്നുള്ള കണ്ടീഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് നിന്ന് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സോ ഇതിൻ്റെ ബ്രീഫ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ മാർക്കറ്റ് കുറച്ചും കൂടി കംപ്ലീറ്റഡ് ആയി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഒരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാം. സോ അത്രയും സെൽഫായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് സ്ട്രക്ചർ അനാലിസിലൂടെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്കറ്റിൽ എന്ത് ട്രേഡ്സ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ്, അതായത് ഈ ഒരു തേർഡ് സെഗ്മെൻറ്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കറണ്ട് മാർക്കറ്റിൽ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ അനാലിസിസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതായത് മാർക്കറ്റ് സ്ട്രക്ചർ അനാലിസിസ് എങ്ങനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ കറണ്ട്ലി ഒരു ട്രേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ വരെ പറഞ്ഞത്, ദെൻ അതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, എഗെയിൻ മാർക്കറ്റ് സ്ട്രക്ചർ ഫ്ലോ ചെയ്തു. മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് ഫ്ലോ ചെയ്ത്, ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തു, സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ സ്വിംഗ് ലോ, ദെൻ സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ. ദെൻ മാർക്കറ്റിൽ ഈ ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്തതിന് മാർക്കറ്റിന് ശേഷം എന്ത് ചെയ്യുക, മൂവ് ചെയ്ത് സഡൻ ഫോൾ ആയിരുന്നു മാർക്കറ്റ്, റൈറ്റ്. ദെൻ അഗെയിൻ മാർക്കറ്റ് റീഡേഴ്സ്, ദെൻ മാർക്കറ്റ് സഡൻ ഫോൾ. മാർക്കറ്റ് എന്താണ് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. മാർക്കറ്റിൽ ഒരു കണ്ടിന്യൂസ്ലി ഒരു അപ് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തു, ഇതിൻ്റെ ടാർഗറ്റ് ലെവൽ മീറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, സ്വിംഗ് ലോ ബ്രേക്ക് ഔട്ട് ചെയ്യാണ് ചെയ്തത്. സോ പുതിയ ലോ എന്ത് ചെയ്തു, മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. സോ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയെ നമ്മുടെ ബ്രേക്ക് സ്ട്രക്ചർ ഏരിയ ആയിട്ട് അനലൈസ് ചെയ്തു, റൈറ്റ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ലെവൽ ഓഫ് ബ്രേക്ക് സ്ട്രക്ചറായിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ മാർക്ക് ചെയ്ത് നോക്കാം. സോ ലെറ്റ് സി വാട്ട് ഹാപ്പനിങ്. ഈ ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ എന്ത് ചെയ്തു, ബ്രേക്ക് സ്ട്രക്ചറായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് വെച്ചിട്ട് മാർക്കറ്റിൻ്റെ 50% ഓഫ് കറപ്ഷൻ മാർക്കറ്റിൽ അക്വയർ ചെയ്യണം. സോ 50% ഓഫ് കറപ്ഷൻ ഇത് ടാപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ലെറ്റ് സി വാട്ട് ദാറ്റ് ഹാപ്പനിങ്. നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ എന്ത് വരുന്നു, 50% അക്വയർ ചെയ്തിട്ടില്ല. മറിച്ച് മാർക്കറ്റ് എവിടെ വന്നിരിക്കുന്നത്, മാർക്കറ്റ് 50% അക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 50 to 60% എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ മാർക്കറ്റ് എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ കറണ്ട്ലി മാർക്കറ്റ് ആ ഒരു പർട്ടിക്കുലർ ഏരിയ റീച്ച് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് റീച്ച് ചെയ്യാത്തതെന്ന് നോക്കാം. മാർക്കറ്റ് ഹൈ വോളിയം ഓഫ് സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് സെയിം സിനാരിയോ വി ഗോട്ട് അനദർ സ്വിംഗ് ഹൈ ഹിയർ. ഐ മീൻ നമ്മളൊരു ചെറിയ ടൈം ഫ്രെയിമിലോട്ട് നമ്മളത് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ മാർക്കറ്റിൽ എന്താണ് അവിടെ ഫ്ലക്റ്റുവേറ്റ് ചെയ്തത്, ഈ ഒരു ഫ്ലോക്ക് അപ്പുറത്തേക്ക് ചെറിയൊരു സ്വിംഗ് ഹൈ കൂടി മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു 50 മിനിറ്റ് അനലൈസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് എന്ത് തോന്നുന്നു, ഈ ഒരു പോർഷനിലേക്ക് സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്യുകയും ദെൻ അഗെയിൻ സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്തു, അഗെയിൻ സ്വിംഗ് ലോ. ദെൻ മാർക്കറ്റ് എന്താ ക്രിയേറ്റ് ചെയ്തത്, പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഈ ഒരു സ്വിംഗ് ലോയിനെ, ഐ മീൻ ഈ ഒരു സ്വിംഗ് ഹൈനെ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുകയും അഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തു, പ്രീവിയസ്ലി സ്വിംഗ് ഹൈ മാനിപ്പുലേഷന് ശേഷം മാർക്കറ്റ് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയില്ലേ. ഇതുകൊണ്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് മെയിൻലി ഉണ്ടായിരുന്ന ട്രെൻഡിനെ അനുകൂലിച്ചുകൊണ്ട് മാർക്കറ്റ് 50% ഓഫ് കറപ്ഷൻ മാർക്കറ്റ് തരാതെ പോകാൻ റീസൺ എന്ന് വെച്ചാൽ മൈനർ ടൈം ഫ്രെയിം, അതായത് ചെറിയ ടൈം ഫ്രെയിം. നേരത്തെ നമ്മൾ നോക്കിയത് 1 hour ആണ്, പക്ഷേ 50 മിനിറ്റ് അനാലിസിൽ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പ്രീവിയസ്ലി ഉണ്ടായ സ്വിംഗ് ഹൈനെ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുകയും അവിടെ നിന്നൊരു ഈവനിങ് സ്റ്റാർ പാറ്റേൺ ഫോർമേഷൻ ചെയ്യുകയും ഡൗണിലേക്ക് മാർക്കറ്റ് എന്ത് ചെയ്ത് മൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈവനിങ് സ്റ്റാർ പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മോർണിംഗ് സ്റ്റാർ പാറ്റേൺ വന്നിട്ട് ഒരു സ്ട്രോങ് ബൈയും പ്രഷറും, ഈവനിങ് സ്റ്റാർ പാറ്റേൺ വന്നിട്ട് സ്ട്രോങ് സെല്ലിംഗ് പ്രഷറുമാണ് ഉണ്ടാക്കുന്നത്. സോ അതൊരു പ്രോപ്പർ റെസിസ്റ്റൻസ്, അതായത് സ്വിംഗ് ഹൈകളിലൊക്കെ വന്നിട്ട് ഒരു ഈവനിങ് സ്റ്റാർ പാറ്റേൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാനിപ്പുലേഷൻ ശേഷമൊക്കെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്ത് സെല്ല് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ ആ ഒരു കണ്ടീഷൻ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തത്. ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു പ്രൈസിനെ ടാപ്പ് ചെയ്യുകയും പ്രീവിയസ്ലി ഉണ്ടായ സ്വിംഗ് ഹൈനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു സെല്ലിംഗ് പ്രഷർ ഷോ ഓഫ് ചെയ്യുകയും ചെയ്തു. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് ഡൗൺഫോൾ വീണിട്ടുള്ളത്. സോ കറണ്ട്ലി മാർക്കറ്റ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡൗൺഫോളിന് ശേഷം മാർക്കറ്റ് വീണ്ടും എഗെയിൻ മാർക്കറ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതൊരു പ്രോപ്പർ റിജക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വിസിബിൾ ആണ്. സോ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സെല്ല് ചെയ്യാൻ പോകുന്നത്. ഇത് ICT ഓർഡർ ബ്ലോക്സ് ആണ്. ഇത് കംപ്രസ്ഡ് ഏരിയ എന്നൊക്കെ നമ്മൾ SMC വെച്ചിട്ടൊക്കെ നമ്മൾ പറയും, പക്ഷേ ഇതൊരു ICT ഓർഡർ ബ്ലോക്ക് ഏരിയയാണ്. സോ ഇതിനുള്ളിൽ നിന്നായിരിക്കും മാർക്കറ്റ് ഇൻ ഫ്യൂച്ചറിൽ, അതായത് നാളത്തേക്ക് അല്ലെങ്കിൽ മാർക്കറ്റ് ഒന്ന് സെല്ല് വീഴാൻ പോകുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്നായിരിക്കും കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം. മാർക്കറ്റിൽ ഇവിടെ എന്ത് ചെയ്ത്, ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നാൽ മൾട്ടിപ്പിൾ ടൈംസ് ഏരിയ ടാപ്പ് ചെയ്താക്കുകയാണ്. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളെ സെല്ല് ഇവിടെ കൊണ്ടുവന്ന് നോക്കും. നോർമലി ഞാൻ പറയുന്ന കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ പഠിച്ച് കഴിയുമ്പോഴേക്കും ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാം. ഇവിടെ നോർമലി ഈ ഒരു ഫ്ലോ വന്നു, മാർക്കറ്റ് എന്ത് ചെയ്തു, ഡൗൺ മൂവ്മെൻറ്റ് ചെയ്തു. ഡൗൺ മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ 50% ഓഫ് കറപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായി.
നമുക്ക് നോക്കാം 50%ലാണ് മാർക്കറ്റ് ഇപ്പോൾ റീച്ച് ചെയ്തിരിക്കുന്നത്, 50 to 60%. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സെല്ല് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ അവിടെ ലിക്വിഡിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ ആഡ് ചെയ്യണം. അതായത് ഒരു പർട്ടിക്കുലർ പ്രൈസിങ്ങിൽ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യണം മൾട്ടിപ്പിൾ ടൈംസ്. സോ അതിന് മേലേക്ക് എന്തുണ്ടാവും, മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി ഉണ്ടാവും. ഓക്കെ, ആ ഒരു ലിക്വിഡിറ്റി ഉള്ള കൺസെപ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുകളിൽ തന്നെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഒരു കംപ്രസ്ഡ് ഏരിയ ഉണ്ട്. നമുക്ക് ആ ഒരു കംപ്രസ്ഡ് ഏരിയ ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യാം, ഡൗൺ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ 61%-ന് മേലെ ഒരു പെർസെൻറ്റേജ് 70% വന്നിട്ട് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഡൗൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതർവൈസ് മാർക്കറ്റ് മേ ബി മാർക്കറ്റിൻ്റെ സെല്ലിംഗ് പ്രഷർ ഹൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു 61%-ൽ ഈ ലിക്വിഡിറ്റി പോയിന്റിൽ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും, വീണ്ടും ഫോൾ വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. വാട്ട് എവർ വി ആർ കൺസിഡറിങ് ദിസ് ഓർഡർ ബ്ലോക്ക്, ഐ മീൻ ICT ലെവൽസിലെ ഓർഡർ ബ്ലോക്കിനെ കൺസിഡർ ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുക. സോ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു സെല്ല് കീപ്പ് ചെയ്താലും ഇതിന് സ്റ്റോപ്പ് ലോസ് നമ്മൾ മസ്റ്റായിട്ട് ഇതിന് മേലെ വെക്കണം. കാരണം നമുക്ക് ഈ ലിക്വിഡിറ്റി എടുക്കുകയോ ഇല്ല എന്നൊരു ഷുവർട്ടി ഉണ്ടാവില്ല. എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ടാപ്പ് ചെയ്യാൻ പാടില്ല. കാരണം ഇതാണ് റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ. സ്വാഭാവികമായിട്ടും മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടതിന് ശേഷം ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്നായിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യുക, റിജക്റ്റ് ആവാൻ പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു പൊസിഷനിൽ നിന്ന് മാർക്കറ്റ് മാനിപ്പുലേഷന് ശേഷം ഇതായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലെവലായിട്ട് വരുന്നത്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും, താഴേക്ക് ഒരു ഫോള് ക്രിയേറ്റ് ചെയ്യും. മിനിമം ഫോളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പർട്ടിക്കുലർ ലോയിലേക്ക് തന്നെ നമുക്ക് ടാപ്പ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് ഓഫ് ലെവൽസ് ഓഫ് ടാർഗറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് മാർക്കറ്റ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ മെത്തേഡ്, അതായത് നമ്മൾ ഇൻ ഫ്യൂച്ചറിലോട്ട് പഠിക്കാൻ പോകുന്ന മെത്തേഡുകളും കൂടി ക്ലബ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് എടുക്കാൻ പറ്റുന്നത്. സോ മാർക്കറ്റ് സ്ട്രക്ചറിന് അത്ര തന്നെ ഇമ്പോർട്ടൻസ് മാർക്കറ്റിലുണ്ട്. ഏതൊരു മെത്തേഡായിട്ട് ക്ലബ് ചെയ്യുമ്പോഴും ഈ ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റും ക്യാച്ച് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് സ്ട്രക്ചർ വരച്ച് തന്നെ പഠിക്കണം. സോ അങ്ങനെ വരച്ച് പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പിന്നത്തെ ക്ലാസ് പിന്നെ നിങ്ങൾ പഠിച്ച് കഴിയുമ്പോൾ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ പാത്ത് ടൂൾ ഉപയോഗിച്ചിട്ട് വരച്ച് പഠിക്കേണ്ട ആവശ്യം വരില്ല. നോർമലി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് മെത്തേഡാണോ ആ മെത്തേഡായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് ക്ലബ് ചെയ്തിട്ട് ട്രേഡ്സും കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആവും. സോ കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യേണ്ട സ്ട്രാറ്റജീസും കാര്യങ്ങളും അതേപോലെ അപ്കമിങ് എങ്ങനെ ഒരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാന്നുള്ള ബേസിക് ലെവൽ ടു അഡ്വാൻസ് ലെവൽ സ്ട്രാറ്റജീസായിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കാണാം. സോ അതുവരെ ബൈ.